കുഞ്ഞിച്ചോ മിനസാൻ മിസ്റ്റ് മൈറ്റ് മൊഹൈത്തിന്റെ സീസൺ 1 എപ്പിസോഡ് 33ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൈസ്, നമ്മൾ മിസ്റ്റ് മൈറ്റ് മൊഹൈത്തിന്റെ എൻഡിങ്ങിലേക്ക് എത്താറായിട്ടുണ്ട്. സീസൺ 1 എൻഡിങ്ങിലാണ്. സീസൺ 2 നിലവിൽ ഇതുവരെ റിലീസായിട്ടില്ല. ഇതുവരെ അതിനെപ്പറ്റിയുള്ള അനൗൺസ്മെന്റും നമുക്ക് ലഭിച്ചിട്ടില്ല. സോ സീസൺ 2 റിലീസ് നടത്ത് ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ആൻഡ് നമ്മുടെ മിസ്റ്റ് മൈറ്റ് മൊഹൈത്തിന് ശേഷം നമ്മൾ വൺ ഓഫ് ദി ബെസ്റ്റ് മാൻഹോസ് ആയിട്ടുള്ള റിട്ടേൺ ഓഫ് ദി മൗണ്ട് ഹോസെക്ട് എന്ന് പറഞ്ഞ ഒരു കിടിലൻ മാൻഹോ ആയിരിക്കും ഇനി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതൊരിക്കലും നിങ്ങൾ മിസ് ഔട്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് എന്തായാലും ഉറപ്പുവരുത്തിയേക്ക്. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് അവൻ പറയും ചെയ്യും, സത്യം പറഞ്ഞാൽ ഇത് ഞാൻ വിചാരിച്ചതിലും കുറച്ച് ഹാർഡർ ആയിരുന്നു. അവൻ ഞാൻ എക്സ്പെക്ട് ചെയ്തതിലേറ്റവും സ്ട്രോങ്ങർ ആയിരുന്നു. പിന്നല്ലാതെ ഇനിയും നിനക്ക് കുറേയധികം ദൂരം പോകാനാണെന്ന് നമ്മുടെ ബ്ലൂ സ്പിരിറ്റ് പറയും ചെയ്യും. പക്ഷേ ഉള്ളത് പറയാലോ, ഇതെന്തായാലും ശരിക്കും അൺബലീവബിൾ ആണ്. അവൻ അവനെക്കാട്ടും സ്ട്രോങ്ങറുള്ള ഒരാളെയാണ് ഡിഫീറ്റ് ചെയ്തത്. സത്യം പറഞ്ഞാൽ അവൻ ഇമ്പ്രൂവ് ചെയ്യുന്ന രീതി ശരിക്കും ഒട്ടും തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത അത്രയുമാണ്. എന്നാൽ അതേ സമയമാണ് അവരുടെ ചുറ്റും ആ ഒരു ഡെത്ത് പ്രത്യക്ഷപ്പെട്ടത്. ആ, ഇത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടല്ലോ. അല്ല, ഇതെന്ത് പറ്റി? ഡെത്ത് അല്ല ഒരു സൈഡിലേക്ക് വരുവാണല്ലോ. ഓ, നീ ഇത് ആദ്യമായിട്ടാണല്ലേ കാണുന്നത്? ഒരു മനുഷ്യന് മരിക്കാൻ നേരത്ത് അവൻ്റെ ഉള്ളിൽ അതിശക്തമായ റിഗ്രറ്റ്സ് ഉണ്ടെങ്കിൽ അവൻ മരിച്ചതിന് ശേഷം ആ ഒരു ഡെത്ത് ക്യൂയെ ഒരു ഹ്യൂമനോയിഡ് ഫോമിലേക്ക് മാറും. അല്ല, അപ്പൊ ചുരുക്കം പറഞ്ഞു വരുന്നത്, അതെ, അവൻ എന്തായാലും അവന്റെ മരണത്തിൽ ഒട്ടും ഹാപ്പിയല്ല. ഞാൻ കൂടുതൽ കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് എന്റെ കണ്ണ് തുറക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ആളാണ്. പക്ഷേ ഇതൊട്ടും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാര്യം അവനാട്ടെ ഒരു റെസ്റ്റ് ആൻഡ് ഫുൾ സ്പിരിറ്റ് ആയിട്ട് മാറി. മോക്ക് ജോൺ വൂൺ, ഞാൻ മരിച്ചതിന് ശേഷം ആദ്യം കാണുന്നത് നിന്റെ മുഖമാണ്. ഞാൻ നിന്നെ ശപിക്കുകയാണ്. നിന്റെ ഭൂമിയിലെ അവസാനത്തെ നിമിഷം വരെ ഞാൻ നിന്റെ കൂടെ തന്നെ കാണും. ഇതേ സമയത്ത് മോക്ക് ജോൺ വൂൺ അവനെ നോക്കി ചിരിച്ചു. പെട്ടെന്നാണ് അവനൊന്ന് ഞെട്ടിയത്. അവൻ ലെഫ്റ്റിലേക്ക് മാറി നോക്കി, മോക്ക് ജോൺ വൂണും ലെഫ്റ്റിലേക്ക് മാറി. അവൻ റൈറ്റിലേക്ക് മാറി നോക്കി, മോക്ക് ജോൺ വൂണും റൈറ്റിലേക്ക് മാറി. അല്ല, നിനക്കെന്നെ കാണാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ട്. അടുത്ത നിമിഷം തന്നെ അവന്റെ കഴുത്തിന് കയറി മോക്ക് ജോൺ വൂൺ കുത്തിപ്പിടിച്ചു. എങ്ങനെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരു റെസ്റ്റ് ആൻഡ് ഫുൾ സ്പിരിറ്റിനെ കാണാൻ പറ്റുന്നത്? ഡാ പയ്യ, ശബ്ദം കുറക്ക്. നീ മരിച്ചു വന്നേ ഉള്ളല്ലോ, അതിനിടയ്ക്ക് എന്തിനാണ് ഇത്ര അങ്ങോട്ട് ഉച്ച വെക്കുന്നത്? ആ പറഞ്ഞത് ബ്ലൂ സ്പിരിറ്റ് ആയിരുന്നു. അവൻ ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയി. കാര്യം അത്ര ഫിറോഷ്യസ് ഉള്ള ഒരു ബീങ് അവന്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് അവൻ വിചാരിച്ചു. ഈ സമയത്ത് ബ്ലൂ സ്പിരിറ്റിനോട് അവൻ ചോദിക്കുന്നുണ്ട്, അല്ല ഇവൻ എന്നെ എടുക്കും? അവന്റെ ഡെത്തിക്ക് പോയി നീ അങ്ങോട്ട് അബ്സോർവ് ചെയ്തേക്ക്. ഇതേ സമയത്ത് നമ്മുടെ മോക്ക് ജോൺ വുഡ് പറയും ചെയ്യും, ശരിക്കും നാണക്കേടാണ് കേട്ടോ. നീ നിന്റെ കാര്യം നോക്കി അങ്ങോട്ട് പോയാ പോരായിരുന്നോ? പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഡാർക്ക് സെല്ലിലെ മോക്ക് ജോൺ വൂണിന്റെ ആ ഒരു റെസിഡൻസ് ആണ്. അവിടെയായിട്ട് അവൻ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആ സ്ഥലം കംപ്ലീറ്റ്ലി ഇപ്പോൾ ശാന്തമായി മാറി. അവിടെ വന്നവരെല്ലാരും തന്നെ തിരിച്ച് പോയിരുന്നു. അല്ല, ഇവിടെ ഗാർഡ്സോ സെർവൻസോ ആരും തന്നെ ഇല്ലല്ലോന്നും പറഞ്ഞുകൊണ്ട് മോക്ക് ജുൻ മുൻ അതിൻ്റെ ഉള്ളിലേക്ക് നടന്നു. എന്നിട്ട് ആ ഡോർ തുറന്നപ്പോൾ അവനെയും കാത്ത് അവിടെ ഒരാൾ ഇരിപ്പുണ്ട്. നീ ശരിക്കും താമസിച്ചല്ലോ. ആ കണ്ടത് ഡാർക്സിന്റെ ലീഡറായിരുന്നു. നീ ഇത്രയും രാത്രി എവിടെ പോയിരിക്കുകയായിരുന്നു? അത് പിന്നെ ഞാൻ ട്രെയിനിങ്. വെറുതെ കള്ളം പറയണ്ട, നീ ട്രെയിനിങ് ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ കള്ളം പറയുകയല്ല, ഇവിടെയുള്ള ഗാർഡ്സിനോട് ചോദിച്ചാൽ മതി, അവർ സത്യം പറഞ്ഞോളൂ. ഞാൻ ട്രെയിൻ ചെയ്യുമായിരുന്നു. ഗാർഡ്സ് അല്ലേ? ശരിയാണ്, എനിക്ക് തോന്നിയായിരുന്നു ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. എന്ത്? നീ ചിലപ്പോൾ അത് നോട്ടീസ് ചെയ്ത് കാണത്തില്ല, പക്ഷേ എനിക്ക് സ്ട്രോങ്ലി അത് ഫെൽറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓരോ തവണ നീയായിരുന്നു അതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം. അല്ല, താങ്കൾ എന്താണ് പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും മോക്ക് ജോൺമുന്റെ കഴുത്തിൽ ആ ഒരു സോഡ് വന്നിരുന്നു. നീ അതിര് കടന്നിരിക്കുന്നു. നീ എന്തുവാടാ എന്റെ ഗോഡ്സിനോട് ചെയ്തത്? അവൻ ശരിക്കും ഫാസ്റ്റാണ്. സത്യം പറഞ്ഞാൽ വി മോങ് ചോന് വെച്ച് അവനെ കമ്പയർ പോലും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ ഫുൾ പവർ യൂസ് ചെയ്ത് ഇവിടെ ഫൈറ്റ് ചെയ്താലും ഞാൻ ഒരിക്കലും ജയിക്കത്തില്ല. അവൻ ഒരു പ്രൂഫും തന്നെ ഇല്ലാതെ എല്ലാത്തിനും കാരണം ഞാനാണെന്ന് കണ്ടെത്തി. സത്യം പറഞ്ഞാൽ ഇതൊട്ടും തന്നെ നല്ലതല്ല. എന്തായാലും ഫൈറ്റ് ചെയ്ത് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ മറ്റൊരു എക്സ്ക്യൂസ് ഞാൻ കണ്ടെത്തിയേ തീരൂ. അപ്പോൾ പിന്നെ ഞാൻ അത് യൂസ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. നിന്റെ ഉത്തരം പറയുന്ന അനുസരിച്ചായിരിക്കും ഞാൻ നിന്നെ 100 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രത്യേക റിലീജിയനെ ഇവിടെയുള്ള എല്ലാവരും അടിച്ചമർത്തി. കാര്യം അവരുടെ വിശ്വാസം ഈ ലോകത്തിനെ നശിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നീ ആ റിലീജിയൻ ഇന്ന് ഈ ഭൂലോകത്ത് നിന്ന് തുടച്ചു മാറ്റിയെന്നാണ് പലരും വിശ്വസിക്കുന്നത്. പക്ഷേ അവരന്ന് വാഴ്ത്തിക്കൊണ്ടിരുന്നത് തീനെയായിരുന്നു. നീയും സോറാട്രസത്തിന്റെ ഒരു ബിലീവർ അല്ലേ? അത് കേട്ടപ്പോ അവൻ ശരിക്കും ഞെട്ടിത്തെറിച്ചുപോയി. അല്ല, ഇവന് ഇവനെങ്ങനെയാണ് അതറിയാവുന്നത്? പിന്നെ കാണിക്കുന്നത് 1.25 മണിക്കൂറിന് മുമ്പുള്ള കാര്യമാണ്. അവൻ എന്തായാലും ഇപ്പോൾ ഇവിടേക്ക് വരുമെന്നാണ് തോന്നുന്നത്. ഞാനിതിപ്പോ ഇപ്പൊ തന്നെ വായിച്ചാലോ? ഏത്? ഈ ഒരു ഡാർക്ക് സെൽ ലീഡിന്റെ ആ ഒരു സ്ക്രോളോ?
അതെ, ഡിമോണിക് മോങ്ക് ആ ഒരു ഗാർഡിനെ പൊസസ് ചെയ്തതിനു ശേഷം ഇത് അവന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിരുന്നു. അവനാട്ടെ അത് തുറന്നു നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ ശരിക്കും ഞെട്ടി. അതിൽ കുറച്ച് വിചിത്രമായ കുറച്ച് കാര്യങ്ങളാണ് എഴുതിയിരുന്നത്. അല്ല, ഇത് പേർഷ്യൻ ലാംഗ്വേജ് അല്ലേ? പേർഷ്യനോ? അല്ല, പേർഷ്യൻ എന്ന് പറഞ്ഞത് സൊജാങ്ങിന്റെ പറ്റിയ പോലുമില്ലാത്ത ഒരു സ്ഥലമാണല്ലോ. പക്ഷേ നിനക്കെങ്ങനെയാണ് അത് പേർഷ്യനാണെന്ന് മനസ്സിലായത്? എൻ്റെ അപ്പൂപ്പൻ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കുറച്ച് മെഡിസിൻ്റെ കാര്യമായിട്ട്. മെഡിസിൻസിൻ്റെ ഹെർബ്സിന് വേണ്ടി ഒരു ഭാഷ തന്നെ പഠിപ്പിച്ചോ? അല്ല, അവൻ എന്തെങ്കിലും ഇത് കണ്ടിട്ട് മാർഷൽ ആർട്ട് ടെക്നിക്കായിട്ട് തോന്നില്ല. കണ്ടിട്ടൊരു കവിത പോലെയുണ്ട്. ഭയാനകമായ തീജ്വാലയാൽ ഞാൻ എൻ്റെ ശരീരത്തിനെ കത്തിക്കുന്നു. ഇത് കേട്ടപ്പോൾ ബ്ലൂ സ്പിറ്റ് ഞെട്ടി. ഞാൻ പോകേണ്ട ഒരു പാതയുണ്ട്. വെളിച്ചം പാതയെ പ്രകാശിപ്പിക്കും. സന്തോഷവും നിരാശയും. മോർട്ടൽ, മതി. എനിക്ക് മനസ്സിലായി അതെന്തുവാണെന്ന്. അത് പോയവുമല്ല, ഒരു മാർഷൽ ആർട്ട് ടെക്നിക്കുമല്ല. അല്ല, പിന്നിതെന്താണ്? അതൊരു പ്രാർത്ഥനയാണ്. അത് അവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അധികം സമയമില്ലല്ലോ, ഞാൻ ചുരുക്കി ഒരു കാര്യം പറയാം. ഒരു പർട്ടിക്കുലർ കൾട്ട് ഉണ്ടായിരുന്നു. അവർ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നത് അഗ്നീനെയായിരുന്നു. 100 വർഷത്തിന് മുമ്പ് ഇവിടുത്തെ ഗവൺമെന്റും മുറുമും എല്ലാവരും കൂടെ അവരെ ഇറാഡിക്കേറ്റ് ചെയ്ത് കളഞ്ഞു. കുറേയധികം ആൾക്കാരാണ് അന്ന് മരിച്ചു വീണത്. സത്യം പറഞ്ഞാൽ ഇവിടെയും വലിയ വ്യത്യാസമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഡാർക്ക് സെക് ലീഡർ ആ കൾട്ടിന്റെ ഒരു പാർട്ടായിരിക്കുമെന്നാണ്. അങ്ങനെയാണോ? എങ്കിൽ ഞാൻ അവന്റെ വീക്ക്നെസ് കണ്ടെത്തിയിരിക്കുന്നു. അല്ല, അവനങ്ങനെ പറഞ്ഞിരുന്നു അതൊരു വീക്ക്നെസ് ആയിരിക്കുമെന്ന്. പക്ഷേ മോർട്ടൽ, നിനക്കറിയാത്തൊരു കാര്യമുണ്ട്. ഞാൻ ഇതുവരെ നിന്നെ കൊല്ലണമെന്ന് വിചാരിച്ചിരുന്നില്ല. കാര്യം അവരുടെ കൾട്ടിനെ ഈ ലോകം ഏറ്റവും വെറുക്കാനുള്ള കാര്യം അവരുടെ ഫെയ്ത്തിന് വേണ്ടി അവർ ഏതറ്റം വരെ പോകുമെന്നുള്ള ഒറ്റ റീസൺ കൊണ്ടാണ്. ആ സമയത്ത് ഡാർക്ക് സൈഡ് ലീഡർ പറയുകയും ചെയ്യും, പക്ഷേ ഇനി ഞാൻ നിന്നെ കൊല്ലാൻ പോകുകയാണ്. മോർട്ടൽ, ഞാൻ പറഞ്ഞതല്ലേ അതിൽ വിശ്വസിക്കുന്നവരുമായിട്ട് നീ വെറുതെ പ്രശ്നത്തിൽ പോകണ്ടെന്ന്. ഇത് ശരിക്കും ഒരു മിസ്റ്റേക്കാണ്. നീ അത് അഡ്മിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. എനിക്കറിഞ്ഞൂടാ നിനക്ക് എങ്ങനെയാണ് അത് അറിയാവുന്നതെന്ന്. ചിലപ്പോൾ നിന്റെ കൂടെ മറ്റുള്ളവരും കാണും. പക്ഷേ കുഴപ്പമില്ല, ഒരാളുടെ എണ്ണം കുറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞ് ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. സോ ചത്തുത്തോലെന്ന് പറഞ്ഞപ്പോഴാണ് ഭയാനകമായ തീജ്വാലയാൽ ഞാൻ എൻ്റെ ശരീരത്തിനെ കത്തിക്കുന്നു. നമ്മുടെ മോക് ജിയൺ വുൺ അത് പറയാൻ തുടങ്ങിയത്. ജീവിതത്തിലോ മരണത്തിലോ എനിക്കൊരു ഖേദവുമില്ല. ഞാൻ പോകേണ്ട ഒരു പാതയുണ്ട്. വെളിച്ചം പാതയെ പ്രകാശിപ്പിക്കും. സന്തോഷവും നിരാശയും പൊടിയായി മാറും. ആശങ്കാകുലരായ മനുഷ്യരെ, നിങ്ങളെയോർത്തെനിക്ക് സഹതാപം തോന്നുന്നു. അത് കേട്ടപ്പോ ഡാർക്ക് സൈഡ് ലീഡറും അതേപോലെ തന്നെ ബ്ലൂ സ്പിരിറ്റും ഞെട്ടിത്തെറിച്ചുപോയി. അല്ല, അവൻ ആ പ്രാർത്ഥന പറഞ്ഞിരിക്കുന്നു. നീ നിനക്കെങ്ങനെയാണ് ആ പ്രാർത്ഥന അറിയാവുന്നത്? അല്ല, അവനെന്റെ സ്ക്രോൾ കണ്ടോ? സ്ക്രോൾ കണ്ടെങ്കിലും അത് അത് പേർഷ്യയിലാണല്ലോ എഴുതിയിരിക്കുന്നത്. സൊജാങ്ങിലുള്ള ഒരാൾക്ക് പോലും അത് വായിക്കാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ ഇവൻ ചിലപ്പോ ജനറേഷനിലായുള്ള ഒരു മെമ്പർ ആയിരിക്കും. അപ്പോ നീ മോർട്ടൽ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അത് അവന്റെ വീക്ക്നെസ് ആണെന്ന്. നീ ഞങ്ങളിൽ ഒരാളാണോ? അപ്പോ നീ അവരുടെ ഒരാളാണെന്നും പറഞ്ഞ് അഭിനയിക്കാൻ പോകുകയാണല്ലേ മോർട്ടൽ? അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഇതെന്തായാലും നല്ലൊരു ദിവസം തന്നെയാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു എന്റെ കൂടെയുള്ള ഒരു മെമ്പറിനെ എനിക്ക് കാണാൻ കഴിയുമെന്ന്. നമ്മൾ രണ്ടുപേരും ഇനി ഒരു വെള്ളത്തിലാണ്. അതെനിക്കറിയാം. സത്യം പറഞ്ഞാൽ ഈ ഓർഡർ വീണ്ടും പുനഃസ്ഥാപിക്കാനായിട്ട് ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. ആ സമയത്ത് അദ്ദേഹം തലയാട്ടി കാണിച്ചു. ഫ്ലെയിംസ് നിന്നെ രക്ഷിക്കട്ടെ, ഫ്ലെയിംസ് നിന്നെ രക്ഷിക്കട്ടെ. നീ എന്തായാലും റെസ്റ്റ് ചെയ്തേക്ക്, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം നേരെ പുറത്തേക്ക് ഇറങ്ങി. സത്യം പറയല്ലോ മോർട്ടൽ, നിനക്ക് ഈ ഡിഫിക്കൽട്ടായുള്ള സിറ്റുവേഷനിൽ നിന്ന് പുറത്തു കിടക്കാൻ ഒരു കഴിവ് തന്നെയുണ്ട് കേട്ടോ. ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അതെനിക്ക് നല്ലതല്ലേ. ഇതെനിക്ക് അഡ്മിറ്റ് ചെയ്തായിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവൻ ആ ചെറിയൊരു ഇൻഫോർമേഷൻ വെച്ചുകൊണ്ട് അവന്റെ കയ്യിലേക്ക് കാര്യങ്ങൾ മാറ്റിയ രീതി അത് ശരിക്കും അൺവലിയബിൾ ആണ്. പിന്നെ കാണിക്കുന്നത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പുള്ള കാര്യമാണ്. നീയും ഒരു മെമ്പറാണോ? മോർട്ടൽ, ഞാൻ ഇപ്പോഴും പറയുവാണ്, ഇവരുടെ കളിലുള്ള ഒരാളും നിസ്സാരക്കാരല്ല. നീ സൂക്ഷിക്കുന്നത് നല്ലതാണ്. നീ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഗീവ് അപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിന്റെ ഒപ്പോണന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹെവൻ എർത്ത് അസോസിയേഷനിലെ ഏറ്റവും ഇന്റലിജൻസും സീക്രട്സും അതേപോലെ മറ്റു പല കാര്യങ്ങളും ഒളിപ്പിച്ചു വെക്കുന്ന ഒരു ലീഡറാണെന്നുള്ള കാര്യം മറക്കണ്ട. നിന്നെ എങ്ങാനും അവൻ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതേ സമയത്ത് മോക് ജിയൺ വുൺ ഒന്നും തന്നെ പറയുന്നില്ല. അല്ല, ഇവൻ ശരിക്കും എന്താണ് ചിന്തിക്കുന്നത്? ഒരു മെമ്പർ എന്നല്ലേ നീ ചോദിച്ചത്? അതെനിക്കറിഞ്ഞൂടാ. എന്ത്? എനിക്ക് ടീച്ചിങ്സ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ എനിക്കത് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. ആരാണ് നിന്നെ പഠിപ്പിച്ചത്? മുഖത്തൊരു കറുത്ത പാടുള്ള ഒരു കിളവനായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. സോ അതുകൊണ്ട് തന്നെ ഞാൻ ശരിക്കും ഡിഫിക്കൽട്ടുള്ള ഒരു പൊസിഷനിലാണ് ഉള്ളത്. അതൊട്ടും ക്ലിയർ അല്ലല്ലോ. നീ പറഞ്ഞത് വെച്ച് ഞാൻ എങ്ങനെയാണ് നിന്നെ വിശ്വസിക്കുന്നത്? വിശ്വസിക്കത്തില്ല എന്നെനിക്കറിയാം. അപ്പൊ പിന്നെ ഞാനത് പഠിച്ചത് ഒറിജിനൽ ടെക്സ്റ്റ് യൂസ് ചെയ്താണ്. എന്ത്? ശരിയാണ്, മോർട്ടൽ ഓരലി ആ ഒരു സ്ക്രോൾ കണ്ടിരുന്നു. അവന് നല്ല മെമ്മറി ഉണ്ട്.
അവൻ ഉറപ്പായിട്ടും അത് മെമ്മറൈസ് ചെയ്യാൻ പറ്റിയിരിക്കും. അല്ല, ഇവൻ പറയുന്നത് സത്യമാണോ? കാര്യം ഒറിജിനൽ ടെസ്റ്റ് അറിയാവുന്നത് ഏറ്റവും ഹയർ അപ്സിന് മാത്രമുള്ളൊരു കാര്യമാണ്. നീ പറയുന്നത് ഹയർ അപ്സിൽ ഒരാൾ നിന്നെ പഠിപ്പിച്ചു എന്നാണോ? എന്നിട്ട് ആ നേരെ ഒരു സൈഡിലേക്ക് നോക്കി. അവിടെ കുറച്ച് പേനകൾ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിന്നെ പഠിപ്പിച്ചൊരു കാര്യം നീ എന്നെ എഴുതി കാണിക്കൂ. ശരി. അതിനുശേഷം മോക്ക് ജിൻവോൺ ആ ഒരു പേന എടുത്തു വെച്ചു. സോ സ്പെസിഫിക് ആയുള്ള എന്തെങ്കിലും എഴുതി കാണിക്കണം. ആ ഒരു വാചകം മാത്രമായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു നിന്നിരുന്നത്. മേ ബി അത് തന്നെ എഴുതിയേക്കാന്നും പറഞ്ഞ് അവനത് എഴുതാൻ തുടങ്ങി. കൊള്ളാം, അതെന്തായാലും നല്ലൊരു ബുദ്ധി തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇവന്റെ അപ്പൂപ്പൻ ഈ ലാംഗ്വേജ് പഠിപ്പിച്ചു കൊടുത്തത് എന്തായാലും നല്ലൊരു കോയിൻസിഡൻസ് ആയി. ഇതാന്നും വെച്ചുകൊണ്ട് അവനത് കൊടുക്കുകയും ചെയ്തു. ഒരു കള്ളത്തിനെ മറക്കാൻ മറ്റൊരു കള്ളം. ദ പ്രെയർ ഓഫ് ദി സേക്രഡ് ഫ്ലെയിംസ്. ആ ഒരു കള്ളം ഒരു വെപ്പണായിട്ട് സത്യത്തിനെ മറക്കാൻ ഉപയോഗിക്കാൻ സാധിക്കും. ആൻഡ് ആ വെപ്പൺ യൂസ് ചെയ്തുകൊണ്ട് അപ്പോൾ അവനായിരിക്കും അവനായിരിക്കും നിന്നെ പഠിപ്പിച്ചു തന്നത്. നിന്നെ നിന്നെ അവൻ തന്നെയാണ് പഠിപ്പിച്ചതെന്ന് പറഞ്ഞ് നമ്മുടെ ഡാർക്ക് സെറ്റ് ലീഡർ നിന്ന് കരയാൻ തുടങ്ങി. അവനാണ് നിന്നെ പഠിപ്പിച്ചെങ്കിൽ നീയും ഈ ഒരു ഓർഡറിൽ ഒരു പാർട്ട് തന്നെയാണ്. അല്ല, നിനക്കറിയാവോ അവനിപ്പോൾ എവിടെയാണെന്ന്? എന്തെങ്കിലും ഐഡിയ? ഇല്ല. അതിനുശേഷം അവൻ മാഞ്ഞു പോയെന്ന് തന്നെ പറയണം. എനിക്കൊന്നും തന്നെ അറിഞ്ഞൂടാ. അതിനർത്ഥം അവനിപ്പോഴും ജീവനോടെ ഉണ്ടെന്നാണ്. അത് തന്നെ ധാരാളം. മോർട്ടൽ, കണ്ടിട്ട് നിന്റെ പ്ലാൻ വർക്കൗട്ട് ആയെന്നാണ് തോന്നുന്നത്. എന്തായാലും അവൻ ആ ട്രിക്കിൽ വീണിട്ടുണ്ട്. ഇനി നീ അനാവശ്യമായിട്ടൊന്നും. പക്ഷേ അവൻ ഒരു കാര്യം ബാക്കി വെച്ചു. എന്നാൽ അത് കേട്ടപ്പോൾ ബ്ലൂ സ്പിരിറ്റും അതേപോലെ ഡാർക്ക് സെൽ ലീഡറും ഞെട്ടി. ഇവൻ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? അവൻ കംപ്ലീറ്റ്ലി ചുമ്മാ ഉണ്ടാക്കി പറഞ്ഞതാണ്. പക്ഷേ അതെന്തോ ഭാഗ്യം കൊണ്ട് ബലിക്കുകയും ചെയ്തു. ഇവൻ ഇനി എന്താണ് പറയാൻ പോകുന്നത്? മോർട്ടൽ, നീ എന്താണ് ചിന്തിക്കുന്നത്? അവനൊരു കാര്യം എഴുതി കാണിച്ചിരുന്നു പേർഷ്യൻ ലാംഗ്വേജിൽ. പക്ഷേ എനിക്കതെന്താണെന്ന് മനസ്സിലായില്ല. അതെനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എഴുതി കാണിച്ചു തരാം. എന്നാൽ അത് എഴുതിയെ കണ്ടപ്പോൾ ഡാർക്ക് സെൽ ലീഡർ ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയി. സോഡ് ഓഫ് ദി സോൾ, ഫാൻറ്റം സോഡ്. അത് കണ്ടപ്പോഴാണ് നമ്മുടെ ബ്ലൂ സ്പിരിറ്റ് ശരിക്കും ഞെട്ടിയത്. നീ ശരിക്കും ബുദ്ധിമാനാണ്. ഫാൻറ്റം സോഡാണ് മോർട്ടലിന്റെ അപ്പൂപ്പനെ കൊന്നത്. സോ അതിവിടെ ഡാർക്ക് സെൽ ലീഡറുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ ഫാൻറ്റം സോഡിനെ പറ്റി അന്വേഷിക്കും. അങ്ങനെയാണെങ്കിൽ നിനക്കാവശ്യമായ ഡീറ്റെയിൽസ് നിനക്ക് ഈസിയായി തന്നെ ലഭിക്കുകയും ചെയ്യും. അതിസമർത്ഥമായിട്ട് നീ അത് കൈകാര്യം ചെയ്തു. എന്ത് റിഡിക്കുലസ് ആണെന്ന് തോന്നണേ. പക്ഷേ മോർട്ടൽ, നീ എന്നാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അല്ല, അതെന്താണ്? നീ കണ്ടതല്ലേ ആ ഒരു ഫെയ്ത്തിൽ അവനുള്ള ഒബ്സഷൻ? അതൊട്ടും തന്നെ നിസ്സാരമായ കാര്യമല്ല. അവരത് ചെയ്യാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറാണ്. അത് ശരിക്കും ഓടായിട്ടുണ്ടല്ലോ. എന്തു പറ്റി? അല്ല, നീ സാധാരണ പറയുന്നത് ഓർത്തഡോക്സ് മോർമിലെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാര്യങ്ങളൊന്നും നിന്നെ ബാധിക്കത്തില്ലെന്നാണ്. എന്നിട്ട് നീ തന്നെ അതെന്നോട് പറയുന്നോ? അല്ല, അത് ഞാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഉള്ള കാര്യം പറയാലോ. ആ കാര്യം കുറച്ച് വ്യത്യസ്തമാണ്. ഇതാണ് എനിക്ക് നിന്നെ ഇഷ്ടം. നീ ഉള്ളത് ഉള്ളതുപോലെ അക്നോളജ് ചെയ്യുകയും ചെയ്യും. അതെന്തെങ്കിലും ആട്ടെ. ഇനി നീ എന്ത് ചെയ്യാനാണ് പോകുന്നത്? അത് സത്യം പറഞ്ഞാ വീണ്ടും ചെറിയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോയി. ഫാൻറ്റം സോഡ്, ഇതൊട്ടും തന്നെ നല്ലതല്ല. അവനെപ്പറ്റി ഒരു തരത്തിലുള്ള ഇൻഫോർമേഷനും എനിക്കില്ല. ഞാൻ വിചാരിച്ചത് ഇവൻ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻ കാണുമെന്നാണ്. അപ്പൊ ഇവൻ ഒന്നും തന്നെ അറിഞ്ഞൂടെ? അല്ല, ഞാനൊരു റൂമർ കേട്ടിരുന്നു അസോസിയേഷൻ ലീഡറിന്റെ ഗാർഡാണെന്നോ. അത് കൊള്ളാം. നീ വന്നതിന് മുമ്പ് തന്നെ നീ റൂമർ കേട്ടോ. പക്ഷേ അതൊരു റൂമർ മാത്രമാണ്. അസോസിയേഷൻ ലീഡറിന് മാത്രമേ അത് സെർട്ടൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇവൻ വൈസ് ലീഡറിന് പോലും അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടാ. നാശം, ഇതെന്താണ്? ഞാൻ അവൻ്റെ അടുത്തേക്ക് അടുക്കുന്നതോറും അവൻ വീണ്ടും ദൂരത്തേക്ക് പോവുകയാണല്ലോ. അല്ല, ഇതൊട്ടും നല്ലതല്ല. അല്ല, പറഞ്ഞതുപോലെ പോയ്സൺ കിങ്ങിന് അവനെപ്പറ്റി അറിയാൻ ചാൻസ് ഉണ്ട്. അല്ല, പോയ്സൺ കിങ് അവനോട്ട് ഒരു തവണ ഫൈറ്റ് ചെയ്തതല്ലേ? മേ ബി ആ വഴി നമുക്കൊന്ന് നോക്കിയാലോ? അങ്ങനെ നോക്കിയാലും ഇതൊട്ടും നല്ലൊരു സമയമല്ല. ബിക്കോസ് പോയ്സൺ കിങ്ങിന്റെ അമ്മ മരിച്ചതിന് ശേഷം അദ്ദേഹം ഐസൊലേഷൻ ട്രെയിനിങ്ങിലാണ്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം പുറത്തു വരാറുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണെന്ന് പറഞ്ഞ് ഒരു സാധനം അവന്റെ മുമ്പിലേക്ക് വെച്ച് നീട്ടി. എനിക്ക് ഓൾറെഡി കോപ്സ് ബ്ലഡ് വാലിയിലെ ടോപ്പ് 3 പൊസിഷനിലെ ആ ഒരു പ്ലേക്സ് ഉണ്ട്. സോ ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവന് പുറത്തിറങ്ങേണ്ടി വരത്തില്ലേ? കാര്യം എനിക്ക് ഈ ടീച്ചിങ്സ് ആവശ്യമുണ്ട്. അല്ല, ഇത്രയും വിലപ്പെട്ടൊരു സാധനം നീ നീ ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുവാണോ? പിന്നല്ലാതെ ഓട്ടിനു വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാനും തയ്യാറാണ്. ഇത് ഇത് ശരിക്കും നല്ലൊരു കാര്യം തന്നെയാണ്. താങ്ക് റിയലി താങ്ക്സ്. നിന്നെ ഒരു കാര്യം ചെയ്യാം. നാളത്തേക്ക് നമുക്കത് പ്രിപ്പയർ ചെയ്യാം. നാളത്തേക്കോ? അതെ, നാളെ അവൻ്റെ ഗ്രാൻഡ് സണ്ണിൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ ഓൾറെഡി ഒരു ഗിഫ്റ്റ് പ്ലാൻ ചെയ്തിരുന്നു. അതിൻ്റെ കൂടെ നീയും കൂടെ ചെന്ന് ഈ ഒരു പ്ലേക്സ് കാണിച്ചു കഴിഞ്ഞാൽ അതെന്തായാലും നിന്നെ ഹെൽപ്പ് ചെയ്യും അവനെ കണ്ടുമുട്ടാനായിട്ട്. യെസ്, ഫൈനലി അത് സംഭവിച്ചു. കാര്യങ്ങളെല്ലാം ഞാൻ ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്തായാലും അവനെ കാണാനും ബാക്കിയുള്ള കാര്യങ്ങളും കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. അല്ല, അപ്പം നമുക്ക് പോയാലോ? ഞാൻ ആഗ്രഹിക്കുന്നവനെ കണ്ടെത്താനായിട്ട്, എൻ്റെ അപ്പൂപ്പനെ കൊന്നവനെ കണ്ടെത്താനായിട്ട് ഉറപ്പായിട്ടും ഞാൻ പോകുവാണെന്ന് പറഞ്ഞ്
മോക് ജോൺ വുണും പിന്നെ ബ്ലൂ സ്പിരിറ്റും അതേപോലെ അവൻ്റെ കൂടെ ഒരു ഗാർഡുമായിട്ട് നേരെ മുന്നിലേക്ക് നടക്കുവാണ്. ആൻഡ് അവർ പോയത് ടോഡ് പോയ്സൺ കിങ്ങിൻ്റെ സ്ഥലത്തേക്കാണ്. ആൻഡ് അതും പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്. ചെറിയൊരു എപ്പിസോഡാണെന്ന് എനിക്കറിയാം, പക്ഷേ എന്നോട് ക്ഷമിച്ചേക്ക്. ഇനി എന്തായാലും കൂടിപ്പോയ ഒരു 4 ചാപ്റ്ററും കൂടെ കാണത്തുള്ളൂ. അതിന് മുമ്പ് തന്നെ നമ്മൾ മിസ്റ്റ് മൈറ്റ് മഹയും കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്ത് തീർക്കുന്നതായിരിക്കും.